പാകിസ്ഥാന്റെ ചാരനെ പോലെയാണ് ഭാരതമാതാവിൻ്റെ വഴിപിഴച്ച സന്തതിയായ ഫ്രാൻസിസ് ജോർജ്, കോട്ടയത്തെ MP, പാർലമെൻറ്റിൽ പ്രസംഗിച്ചത്. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ, ടെലിവിഷനുകൾ കൊണ്ടാടുകയാണ്. ഫ്രാൻസിസ് ജോർജിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗം അവർ എടുത്തു കാണിക്കുന്നു. ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത്, നമുക്ക് 3 റഫേൽ, ഒരു സുഖോയ്, ഒരു മിഗ്, ഇത്രയും വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നഷ്ടപ്പെട്ടു എന്നാണ് ഈ വിവരദോഷിയായ MP ഒരു ഉളുപ്പുമില്ലാതെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞത്. നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്ത് പാർട്ടിയാണെന്ന്. ചില ജില്ലകളുടെ പിന്നാമ്പുറത്ത് അവിടെ ഇവിടെയും പൂപ്പൽ പോലെ പിടിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ്. അതിൻ്റെ ഈ പ്രവർത്തകർക്ക് പഞ്ചായത്തായാലും പാർലമെൻ്റ് ആയാലും ആരോപണം ഉന്നയിക്കുക എന്നത് മാത്രമാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ നേടിയ നേട്ടങ്ങൾ ഒക്കെ തെളിവ് സഹിതം പബ്ലിക് സാറ്റലൈറ്റ് ഇമേജറി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേട്ടങ്ങൾ, എയർബേസുകളൊക്കെ തകർത്തു നമ്മൾ കാണിച്ചത്. പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആദ്യമേ ഒരു വിമാനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് വീണത് നമ്മുടെ വിമാനം വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള കള്ളക്കഥയുണ്ടാക്കി പിന്നെ കാണിച്ചതെല്ലാം വീഡിയോ ഗെയിമായിരുന്നു. ഒരൊറ്റ സ്ഥലത്ത് ഇയാൾ പറയുന്നത് പോലെ, ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന MP പാർലമെൻറ്റിൽ പറഞ്ഞതുപോലെ, ഇന്ത്യയുടെ ഭൂപ്രദേശത്താണ് ഇന്ത്യയുടെ വിമാനങ്ങൾ വീണെങ്കിൽ അതിൻ്റെ ഡബ്രി, ഒരു നാശാവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും കിട്ടണ്ടേ, ഒരു ചിത്രമെങ്കിലും വരണ്ടേ. ഉണ്ടെങ്കിൽ ഇയാളുടെയൊക്കെ നേതാവ്, ഇന്ത്യ മുന്നണിയുടെ നേതാവായ ആ കോമാളി ഉണ്ടല്ലോ പപ്പു, അത് തലയെ ചുമന്നുകൊണ്ട് ഭാരത പര്യടനം നടത്തുമായിരുന്നു. ഒരു തെളിവുമില്ലാതെ പാർലമെന്റിലെ ഒരു പ്രിവിലേജിന്റെ മറയിൽ എന്ത് തോന്നിയവാസവും രാജ്യത്തിനെതിരെ പറഞ്ഞ് പാകിസ്ഥാന്റെ കയ്യടി മേടിക്കുന്ന ചാരവൃത്തിക്ക് തുല്യമായ പണിയാണ് ഫ്രാൻസിസ് ജോർജ് എന്ന MP നടത്തിയത്. കോട്ടയംകാർക്ക് ലജ്ജിച്ച് തലതാഴ്ത്താം. രാജ്യവിരുദ്ധനായ, ഇന്ത്യ വിരുദ്ധനായ, പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്ന ഒരു MP കോട്ടയത്ത് നിന്ന് പാർലമെന്റിലേക്ക് പോയത്. ആ പ്രസംഗം കേട്ടായിരുന്നോ? ഞാൻ കേട്ടിരുന്നു. ഫ്രാൻസിസ് ജോർജ് വല്ലപ്പോഴൊക്കെ എന്നെ വിളിക്കുന്ന ഒരാളാണ്. ഈ കലാകൗമുദിയിലെ ലേഖനങ്ങൾ കണ്ടാലും ഒക്കെ വിളിക്കാറുണ്ട്. നല്ല വായനയൊക്കെ ഉള്ള, നല്ല വായനയൊക്കെ, വിവരമുള്ള ആളാണ്, മാന്യനാണ്, അത് പറയണം. അതെ, അത് ഇതിൽ പക്ഷെ ദുഃഖം തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴക്കൂട്ടം സൈനിക സ്കൂളിന്റെ പ്രോഡക്റ്റാണ് ഫ്രാൻസിസ് ജോർജ്. അത് ശരി. അപ്പൊ ഫ്രാൻസിസിനെ സൈനിക സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചയച്ചത് ഈ ഇന്ത്യൻ സേനയ്ക്കെതിരെ സംസാരിക്കാനാണോ? ഈ 5 നമ്മുടെ വിമാനങ്ങൾ വീഴ്ത്തി എന്നുള്ളത് പാകിസ്ഥാന്റെ അവകാശവാദമാണ്. അപ്പൊ പാകിസ്ഥാന്റെ കൂടെയാണ് ഫ്രാൻസിസ് ജോർജ്. അതാണ് പാകിസ്ഥാന്റെ ചാരനെ പോലെ സംസാരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇന്ന് അമിത്ഷായുടെ 12 മണിയുടെ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ മറ്റേ പഹൽഗാം ഭീകരരെ 3 പേരെ എലിമിനേറ്റ് ചെയ്തു. ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചിദംബരവും പാകിസ്ഥാന് വേണ്ടി സംസാരിച്ച കാര്യം അമിത്ഷാ അതിൽ ചൂണ്ടിക്കാണി. ചിദംബരം പറഞ്ഞതോടെ നമ്മുടെ പ്രേക്ഷകർ അറിയണം, അത് പഹൽഗാം ആക്രമണം നടന്ന ഉടനെ പാകിസ്ഥാൻ ആണെന്ന് നമ്മളങ്ങ് പറഞ്ഞു. എന്ത് തെളിവുണ്ടായിട്ടാണ്, എന്ത് തരത്തിലാണ് ചിദംബരം പറഞ്ഞത്? ഇന്നലെ മിനിഞ്ഞാന്നാണ് പറഞ്ഞത്. അതെ, അമിത്ഷാ ചോദിച്ചു, നിങ്ങൾ നിരന്തരം ഇങ്ങനെ പാകിസ്ഥാനോട് ചോദിച്ചിട്ടാണോ ഇത് പറയുന്നതെന്ന് ചോദിച്ചു അവരോട്. അപ്പോൾ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് പാകിസ്ഥാന്റെ അവകാശവാദം നമ്മുടെ 5 വിമാനങ്ങൾ വീഴ്ത്തി എന്നുള്ളതായിരുന്നു. എന്നിട്ടാണ് സുനിൽ പറഞ്ഞ പോലെ ചൈനയുടെ പണ്ട് മറ്റേ ഏതൊരു മിസൈൽ അയച്ചപ്പോഴത്തെ ചിത്രം എല്ലാം കൂടി പിന്നീട് അവിടെ ഈ ഫീൽഡ് മാർഷൽ പ്രധാനമന്ത്രി ഷെറീഫിന് ഒരു ചിത്രം ഫ്രെയിം ചെയ്തൊക്കെ, അത് ചൈനയിലത്തെ ആയിരുന്നു. ഇന്ത്യയിൽ ആക്രമണം നടത്തിയത് പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് കൊടുത്തു. ചൈനയിൽ അവരൊരു മിസൈൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആ തീയും പുകയുണ്ടല്ലോ, അതിൻ്റെ ചിത്രമാണ് ആ കൊടുത്തത്. എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഒരു ചിത്രം അവരുടെ കൈവശമില്ലായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ആ കൊടുത്ത ഫ്രെയിം ചെയ്ത ചിത്രം. ഷഹബാസ് ഷെറീഫ് കൊടുത്തത് ഈ ഫീൽഡ് മാർഷലാക്കിയ ശേഷം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചില ആളുകൾ സിംഗപ്പൂരിലും ഒക്കെ ചെന്നിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, സേനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ആദ്യത്തെ ദിവസം നമുക്ക് ചെറിയ ടെക്നിക്കൽ ലോസ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കണക്ക് പാകിസ്ഥാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ ഭീകര കേന്ദ്രങ്ങളിൽ മാത്രമേ ടാർഗറ്റ് ചെയ്യരുത് എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞിരുന്നു എന്നാണ് സൈനിക നേതൃത്വം പറയുന്നത്. കാരണം ജനവാസ മേഖലകളിൽ പോയി നമ്മൾ കുഴപ്പമുണ്ടാക്കരുത്, ആളുകൾ മരിച്ചു പോകരുത്, വെറുതെ ജീവനാശം, നാശം ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മൾ ബഹവൽപൂർ, മുറിദ് തുടങ്ങിയ സ്ഥലങ്ങൾ ഒക്കെയാണ് ആക്രമിച്ചത്.
അപ്പോൾ എന്തോ ഒരു സ്ട്രാറ്റജിയിൽ പിഴവുണ്ടായിരുന്ന ആദ്യത്തെ ദിവസം നമുക്ക് മനസ്സിലായി. ഒരു വിമാനോ മറ്റോ, അതാണല്ലോ റഫേലിന്റെ ഡസോൾട്ട് പറഞ്ഞു. ഈ 25 വർഷത്തെ റഫേലിന്റെ ഹിസ്റ്ററിയിൽ ഒരെണ്ണം പോലും യുദ്ധത്തിൽ വീണിട്ടില്ല. അവർ പറയുന്നത് ഈ 12,000 അടിക്ക് ഉയരത്തിലോ മറ്റോ ഈ റഫേൽ നമ്മൾ വാങ്ങിയതെല്ലാം യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, ട്രെയിനിങ് വിമാനങ്ങളുണ്ട്. ട്രെയിനിങ് വിമാനങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ഹൈറ്റ്സിന് മുകളിൽ പറന്ന ഒരു വിമാനമാണ് തകർന്നു വീണതെന്ന് റഫേൽ CEO പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു. അത് ഒരു വനിതാ പൈലറ്റ് പറത്തിയതാണെന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആക്ഷനിൽ ഈ പറഞ്ഞ പോലെ 5 വിമാനങ്ങൾ വീണിട്ടേയില്ല എന്നുള്ള ഇൻഫർമേഷൻ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിൽ സിമ്പിൾ ലോജിക്കാണല്ലോ സാർ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വിമാനം വീണാൽ അത് ചിതറി ഒരുപാട് കിലോമീറ്ററുകൾ ഏറിയയിൽ വീഴും. അതിൻ്റെ ഒരു കഷ്ണമെങ്കിലും ആരെങ്കിലും കാണാതിരിക്കും. നമുക്ക് കിട്ടിയ അവശിഷ്ടങ്ങളുടെ കഷ്ണത്തിൽ മറ്റേ ചൈനയുടെയൊക്കെ ട്രേഡ് മാർക്കും മുദ്രയും സീലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരെണ്ണം അങ്ങനെ തന്നെ കിട്ടി നമുക്ക്. ഏതാണ്ട് നമുക്ക് അതിൻ്റെ ടെക്നോളജി മുഴുവൻ പഠിക്കാവുന്ന വിധത്തിൽ പഞ്ചാബിലെ ഒരു പ്രദേശത്ത് വീണത് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇതിനെപ്പറ്റി വായിച്ചിട്ടുള്ളതുകൊണ്ട് തോന്നിയത് ബട്ടിൻ്റെയിൽ ഒരു മിസൈൽ എവിടെയോ വന്ന് വീണിട്ടുണ്ടോ, ഒരു വിമാനം ആദ്യത്തെ ദിവസം തകർന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. അതല്ലാതെ ഈ പറയുന്നത് പോലെ അതാണ് നമ്മുടെ ഈ സിംഗപ്പൂരിലുമൊക്കെ സൈനിക നേതൃത്വം അനിൽ ചൗഹാനും ഒക്കെ യുദ്ധത്തിൽ ഇത് അതാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ വീണെന്ന് തന്നെ ഇരിക്കട്ടെ, വീണാൽ പോലും അത് ഭരിക്കുന്ന കക്ഷിയുടെ കുഴപ്പമാണോ? യുദ്ധത്തിന് പോകുന്ന BJPയുടെ MP-മാരെല്ലാം കൂടിയാണോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ? യുദ്ധം നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വാലിറ്റീസ് ഉണ്ടാവും. രണ്ടുപേര് തമ്മിൽ അടിയുണ്ടാവുമ്പം ദുർബലൻ ഒന്നുമില്ലെങ്കിൽ ഈ ശക്തന്റെ നേരെ ഒന്ന് തുപ്പുമെങ്കിലും ചെയ്യുമല്ലോ. സ്വാഭാവികമാണ്, യുദ്ധത്തിൽ ലോസ് ഉണ്ടാവും. 1971 യുദ്ധകാലത്ത് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ആയിരുന്നല്ലോ. നമ്മുടെ എത്ര വിമാനം തകർന്നിട്ടുണ്ട്? നമ്മുടെ യുദ്ധക്കപ്പൽ പോയിട്ടില്ല, പിന്നെ കുക്കറി പോയിട്ടില്ലേ, ഹൈദരാബാദ് ഭാഗത്ത് അവശിഷ്ടം കിടപ്പില്ലേ. അപ്പോൾ 45 വിമാനങ്ങൾ എന്നാണ് ഇതൊക്കെ പിന്നീട് പുസ്തകങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ അറിയുക 45 വിമാനം പോയിട്ടില്ലേ. ഞാൻ അതിൻ്റെ മിനിമം കണക്കാണ് കേട്ടോ പറയുന്നത്. 75ഉം 80ഉം ഒക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഔദ്യോഗികമായി 1971 പറ്റി ഇതൊക്കെ അത്യാവശ്യം ഈ ഫ്രാൻസിസ് ജോർജ് വായിക്കുന്നതാണ്. പുസ്തകങ്ങളെ പറ്റിയൊക്കെ എന്നോട് സംസാരിക്കാറുമുണ്ട്. അപ്പോൾ 1971 എത്ര വിമാനം വീണു? മിനിമം 45 എണ്ണം നമ്മുടെ തകർന്നു പോയിട്ടുണ്ട്. അല്ല, ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് എനിക്കുണ്ടായിരുന്ന അഭിപ്രായം, അദ്ദേഹം മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനായി വളരെ സൗമ്യനായ, പ്രായോഗികവാദിയായ, വളരെ ജെന്യുവിനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയുടെ സർക്കാരും ഇന്ത്യയുടെ സൈന്യവും പറയുന്നത് മാറ്റിവെച്ചിട്ട് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന കള്ളം വന്ന് പാർലമെന്റിൽ ഫ്രാൻസിസ് ജോർജിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈന്യം ആ ബ്രീഫിങ്ങിൽ ഭാരതി ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ, അനിൽ ചൗഹാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അതെ. പിന്നെ ധാരാളം ഈ വെസ്റ്റേൺ എക്സ്പെർട്സ് ഉപഗ്രഹ ചിത്രങ്ങൾ അപഗ്രഥിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കിരാന ഹില്ലിലും ആക്രമണം നടത്തിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയില്ല. പാകിസ്ഥാൻ പറയുന്നത് ആവർത്തിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയതുകൊണ്ടാണ് ഇപ്പോൾ രാജ്യാന്തര പ്രശസ്തനായി ഫ്രാൻസിസ് ജോർജ്. ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ പാകിസ്ഥാനിൽ പോയി മത്സരിച്ച ലാഹോറിൽ രാജ്യാന്തര പ്രശസ്തൻ എന്ന് പറഞ്ഞാൽ ജിഹാദികൾക്കിടയിൽ പ്രശസ്തനായി. പാകിസ്ഥാനിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ പോയി മത്സരിക്കാം ഇപ്പോൾ. അതാണ് വേണ്ടത്. അതെ, മലപ്പുറത്തും മത്സരിക്കാമായിരിക്കും. ഫ്രാൻസിസ് ജോർജിന്റെ അച്ഛൻ വലിയ മഹാനായ KM ജോർജിന്റെ മകനാണ്. അതെ, KM ജോർജിനെ പറ്റി എല്ലാവർക്കും ആദരവാണ്. അതെ, കാരണം KM മാണിയുടെ കുതന്ത്രങ്ങളോ അങ്ങനെയൊന്നും പയറ്റുന്ന ഒരാളല്ലായിരുന്നു. അതിൻ്റെ ഒരു സ്ഥാപകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത്യാവശ്യം ആദർശമൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. ഫ്രാൻസിസ് ജോർജും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ഒരു പ്രസംഗത്തോടുകൂടി ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഭാരതമാതാവിന്റെ മികച്ച സന്തതി. ഫ്രാൻസിസ് ജോർജിന് വേറെയും കുഴപ്പം വന്നു, നമ്മളത് ശ്രദ്ധിച്ചതല്ലേ. ആ വഖഫ് ബില്ലിന്റെ കാര്യത്തില് ഇരട്ടത്താപ്പ് ഫ്രാൻസിസ് ജോർജ് കാണിച്ചു. ആദ്യം അദ്ദേഹം അത് നല്ലതാണ്, ഇത് ഞാൻ പ്രസംഗിക്കും ലോക്സഭയിൽ പറഞ്ഞ ആള് പിന്നീട് കീഴ്മേൽ മറിഞ്ഞു. അപ്പൊ ഇനി ഫ്രാൻസിസ് ജോർജിനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? രാഹുൽ ഗാന്ധി മറ്റേ ചങ്ങനാശ്ശേരിയിലും മെത്രാന്മാരുമായിട്ട് ചർച്ച ചെയ്ത് പോയിട്ടുണ്ടല്ലോ, കരാറൊപ്പിട്ടു.
ഇനി ആ കരാറിന്റെ കൂടെ ആയിരിക്കും ഫ്രാൻസിസ് പക്ഷേ ജോർജ്. എന്നാലും രാജ്യത്തിനെതിരെ രാജ്യത്തിന്റെ സൈന്യം പറയുന്നത് തള്ളിക്കൊണ്ട് പാകിസ്ഥാൻ പറയുന്നത് നിർലജ്ജം ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്ന ആളുകളെ, പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നവരെ ഏറ്റവും മിനിമം ഭാഷയിൽ രാജ്യദ്രോഹി മനസ്സുള്ളവർ എന്നേ പറയാൻ പറ്റൂ. ജിഹാദി മനസ്സിലേക്ക് ഫ്രാൻസിസ് ജോർജ് ഇങ്ങനെ അടുക്കുന്നതിൽ എനിക്ക് വ്യക്തിപരമായ ദുഃഖമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.